നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇപ്പോൾ നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന വോട്ടിനായി നാട്ടിലേക്കുള്ള ഒരു യാത്രയിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എറണാകുളത്ത് നിന്ന് തിരിച്ച് നമ്മൾ പോകുന്ന വഴിയിൽ കോഫി ഹൗസ് കണ്ടു. ഇപ്പം വണ്ടി ഒന്ന് ചവിട്ടി കേട്ടോ. കാരണം കോഫി ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന മസാല ദോശയും കട്ട്ലറ്റും ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് അല്ലേ. അതായത് അവിടുത്തെ ഒരു സിഗ്നേച്ചർ തന്നെയാണ് ആ മസാല ദോശയും ആ കട്ട്ലറ്റും. അതൊരു പ്രത്യേക ഒരു അനുഭൂതിയാണല്ലേ. അത് അവിടെ മാത്രമേ കിട്ടുകയുള്ളൂ. വേറെ എവിടെ പോയാലും അത്രയും രുചിയുള്ളൊരു കട്ട്ലറ്റ് കിട്ടാൻ സാധ്യത കുറവാണ് അല്ലേ. ആ ഒരു സോസൊക്കെ കൂട്ടി കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് അത് പറയാതിരിക്കാൻ തന്നെ വയ്യ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് മസാല ദോശയും കട്ട്ലറ്റും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ കയറിയതാണ് കേട്ടോ. അവിടെ കയറി ഓർഡറൊക്കെ എടുത്തു. പക്ഷേ നമ്മുടെ വിശപ്പിൻ്റെ വിളി കൊണ്ട് ഉച്ചയായി കേട്ടോ അപ്പോഴത്തേക്കിന്. അപ്പം നമുക്ക് മസാല ദോശയിലും കട്ട്ലറ്റിലും നിൽക്കില്ല എന്ന് വിചാരിച്ചിട്ട് ബിരിയാണിയും പൊറോട്ടയും ഒക്കെ ഓർഡർ ചെയ്തു കേട്ടോ. ഇതാ നോക്കിയാൽ നമ്മുടെ കട്ട്ലറ്റ് എന്തൊരു അത് കാണുമ്പോൾ തന്നെ വായിലിങ്ങനെ വെള്ളം ഊറും ആ ഒരു ബീട്രൂട്ടിൻ്റെ ഫ്ലേവറും. ഞാൻ ഓർഡർ ചെയ്തത് ഷേക്കായിരുന്നു കേട്ടോ. കാരണം എനിക്ക് അവിടുത്തെ റൈസ് പിടിക്കില്ല, വേറൊന്നുമല്ല, ഞാൻ കൈമ റൈസ് കഴിച്ച് ആ ഒരു കൈമയുടെ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ എനിക്ക് എപ്പോഴും. ഇത് ഫ്രൈഡ് റൈസിൻ്റെ റൈസ് പോലത്തെയാണ്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അച്ചൂട്ടിന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഐസ്ക്രീമാണ് ഓർഡർ ചെയ്തു. നല്ല കോൾഡ് ഉണ്ട് കുഞ്ഞിന്, പക്ഷേ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക, ഒറ്റ വാശി തന്നെ. പിന്നെ ഈ ഫ്ലവേഴ്സിനെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ആ ഫ്ലവേഴ്സൊക്കെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതൊക്കെ വെട്ടി നല്ല ഭംഗിയിൽ നിർത്താൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗ്രാമങ്ങളിലേക്ക് പോകുന്നതിൻ്റെ ആ ഒരു പ്രത്യേക പ്രകൃതി ഭംഗിയും നല്ല ശുദ്ധവായു കിട്ടുന്നതിൻ്റെ ആ ഒരു നല്ല രസവും ഒക്കെ ആണെങ്കിൽ നമ്മൾ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പട്ടണത്തിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക്. അപ്പോൾ ഗ്രാമീണത സൗന്ദര്യവും ഗ്രാമത്തിൻ്റേതായ ആ ഒരു ശാന്തതയൊക്കെ നിങ്ങൾക്കിവിടെ കാണാനുണ്ടാവും. പക്ഷേ നമ്മുടെ എറണാകുളത്ത് പാലാരിവട്ടമൊക്കെ ആണെങ്കിൽ പൊന്നെ ബ്ലോക്കിനകത്ത് നമ്മളിങ്ങനെ പെട്ട് വണ്ടി ഇങ്ങനെ സ്പീഡിൽ പോകുന്ന നമുക്ക് സ്വപ്നങ്ങളിൽ മാത്രം കാണാൻ പറ്റുന്ന ഒന്ന് മാത്രമായിരിക്കും. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തിനാണ് വന്നതെന്നറിയാം, വോട്ടിന് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ടാറ്റാ ബൈ ബൈ, സീ യു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.